വിവാദങ്ങൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കും. ബില്ലിന്മേൽ പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. Has no other job. They have to protest. That is their job. We have to go ahead with any sequence which will benefit Bharatiya and the Bharatiyas. We are doing it. We will do it. We will keep doing it. That's all. It's to the benefit of the citizens of the country. Let them all join and become one fold called the citizens of the country. Then they will not have a problem. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വലിയ പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഒരുങ്ങുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, സമീപനം, അത് കേന്ദ്ര സർക്കാരിന് ആശ്വാസകരമായ തീരുമാനമാണ്. പക്ഷേ NDA ഘടകകക്ഷികൾ എന്ത് നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും, ബില്ലിനെ എങ്ങനെ സമീപിക്കും എന്നുള്ളതൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ JDU സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കും എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ ഉയർന്നു വരാൻ സാധ്യതയുള്ള പ്രതിഷേധത്തെ എങ്ങനെ മറികടക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം? അച്യുതൻ, റീജിത്ത്, ഇന്ന് 12:30 ചേർന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഈ ബില്ല് നാളെ അവതരിപ്പിക്കുവാനുള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. നാളെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. 12 മണിയോടുകൂടിയായിരിക്കും ബില്ല് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ബില്ലിന്മേൽ ചർച്ച നടത്തി ഇത് പാസ്സാക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. ബില്ലിന്മേൽ 8 മണിക്കൂർ ചർച്ചയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ നടക്കുക. എന്നാൽ 12 മണിക്കൂർ ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പക്ഷേ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത്. തുടർന്ന്, അതായത് ഈ 12 മണിക്കൂർ ചർച്ച വേണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരുന്നു. ഒപ്പം തന്നെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭയ്ക്കുള്ളിൽ ചർച്ച വേണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചു. പക്ഷെ അത് അംഗീകരിക്കാതെ വന്നതോടുകൂടിയാണ് പ്രതിപക്ഷം ഈ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത്. എന്തായാലും ഭരണപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ഈ ബില്ല് അവതരിപ്പിക്കാനാണ്. നാളെ 12 മണിക്ക് ഈ ബില്ല് അവതരിപ്പിക്കാനാണ് നീക്കം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ന് ഈ NDAയുടെ ചീഫ് വിപ്പുമാരുമായി എല്ലാം കൂടിക്കാഴ്ച നടത്തി. BJP അവരുടെ MP-മാർക്ക് വിപ്പ് നൽകാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. എല്ലാവരോടും സഭയിൽ എത്തണമെന്ന നിർദ്ദേശം നൽകാൻ തന്നെയാണ് BJPയും തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രകോപനപരമായിട്ടുള്ള ഒരു മറുപടിയും അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ ഭരണപക്ഷം നൽകിയിരിക്കുകയാണ്. അതായത് പ്രശ്നങ്ങളൊന്നും, അതായത് പ്രതിപക്ഷം ഉറപ്പായും ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം ഉയർത്തും. ആ ഘട്ടത്തിൽ പോലും പ്രകോപനകരമായിട്ടുള്ള ഒരു വാക്കുകൾ പോലും ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം ഭരണപക്ഷം ഇതിനോടകം നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ ബില്ലിനെ ഈ ലോക്സഭയിൽ പാസ്സാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരുപാട് പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. നിലവിൽ ഇപ്പോഴും പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെ ഈ JPC-യിലെ പ്രതിപക്ഷ അംഗങ്ങളടക്കം ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള ഭരണപക്ഷ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. പാർലമെന്റിന്റെ അകത്ത് ഒരു തരത്തിലുള്ള സംവാദങ്ങളോ ചർച്ചകളോ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അതിനുള്ള ഇടം നൽകുന്നില്ല എന്നതായിരുന്നു ഉന്നയിക്കുന്ന വിമർശനങ്ങൾ. LOP, അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ സഭയ്ക്കുള്ളിലുള്ളത് തുടങ്ങിയ വിമർശനങ്ങൾ ഇപ്പോൾ ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് ഇതിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ്. കാരണം ഈ CBCIയും KCBC ഉൾപ്പെടെയുള്ളവർ ഈ ബില്ലിനെ അനുകൂലിച്ചാണ് നിലവിൽ ഇപ്പോൾ രംഗത്തുള്ളത്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഉൾപ്പെടെ ഇതിൽ നിർണായകമാകും. നാളെ ഇതിനുവേണ്ടി കോൺഗ്രസ് രാവിലെ തന്നെ ഒരു യോഗവും ചേരുന്നുണ്ട്. കാരണം കേരളത്തിലെ MP-മാർ ബില്ലിനെ പിന്തുണയ്ക്കണമെന്നതാണ് CBCയും KCBCയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഏതു തരത്തിലുള്ള തീരുമാനമായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക എന്നത് നിർണായകമാണ്. ശരി, നാളെ എന്തായാലും നിർണായക ദിനമാണ്. വിവാദങ്ങൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിലേക്ക് വരികയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക്സഭയിൽ ബിൽ അവതരിപ്പിക്കും. വലിയ പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഒരുങ്ങുന്നുണ്ട്. കോൺഗ്രസ് എന്ത് സമീപനം സ്വീകരിക്കും ബില്ലുമായി ബന്ധപ്പെട്ട് എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി നിൽക്കുകയാണ്.